എൻ്റെ കച്ചവട സംഘം വന്നപ്പോഴാണല്ലോ അങ്ങയുടെ ഖുതുബക്ക് പ്രയാസമുണ്ടായത്. എൻ്റെ സംഘം വന്നപ്പോഴാണല്ലോ നബിയെ അങ്ങയെ മിമ്പറിൽ നിർത്തിയിട്ട് ആളുകളൊക്കെ ഓടി പുറത്തേക്ക് വന്നത്. ഉൻഷുദുക ബില്ലാഹ്, അല്ലാഹനെ വെച്ച് പറയട്ടെ നബിയെ, എൻ്റെ ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ ദാനം ചെയ്തു നബിയേ. എനിക്കിതിന് വേണ്ട നബിയേ, ഇതങ്ങെടുത്തോളൂ നബിയേ. അള്ളാഹുവിൻ്റെ ജുമുഅക്ക് ഒരു ഖുതുബക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട നബിയേ എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നാളെ പരലോകത്ത് സ്വഹാബിമാർ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മുഴുവനും തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, സ്വഹാബികളെ എല്ലാവരും വന്നോ? സ്വർഗത്തിലേക്ക് പോകാൻ നേരമായല്ലോ, എല്ലാവരും എത്തിയോ? എല്ലാവരും ഉണ്ടോ എന്നവിടുത്തെ അനുചരന്മാരോട് ചോദിക്കുന്നു റസൂലുള്ളാഹി. നാളെ ചോദിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. സ്വഹാബികൾ പറയും, നബിയേ എല്ലാവരും എത്തി, ഒരാൾ ബാക്കിയുണ്ട് നബിയേ. ആരാണ് ബാക്കിയുള്ളത്? ആരാനിനി വരാനുള്ളത്? മറ്റാരുമല്ല, മുതലാളിയായിരുന്ന കച്ചവടക്കാരനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്തു പറ്റി എന്നവരെന്ന് ചോദിക്കുമ്പോൾ മാസാല ഫിൽ ഹിസാബ്, തൻ്റെ സമ്പത്തിൻ്റെ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിചാരണ തീർന്നിട്ടില്ല നബിയെ, ഞങ്ങളുടേതൊക്കെ കഴിഞ്ഞു പോന്നു, അവരെപ്പോഴും വിചാരണയിലാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഉലമാ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, അൽ മാൽ, സമ്പത്തെന്ന് പറയുന്നത് ഹലാലുഹു ഹിസാബുൻ, അതിൽ ഹലാലായിട്ട് നമ്മൾ സമ്പാദിക്കുന്നത് നാളെ വിചാരണക്ക് കാരണമാണ്. വഹറാമുഹു ഹസ്റത്തുൻ വനദാമ, ഹറാമിലൂടെ സമ്പാദിക്കുന്നത്, പലിശയുടെ ഏർപ്പാടുകൾ, ഹറാമായ ബിസിനസ്സുകൾ, ഹറാമായ സമ്പാദ്യങ്ങൾ, ഹസ്റത്തുൻ വനദാമ, നാളെ പരലോകത്ത് സങ്കടത്തിന് കാരണമായി വരും. ഇങ്ങനെയൊക്കെ സ്വതക്ക ചെയ്ത സ്വഹാബിമാർക്ക് നാളെ വിചാരണ വർദ്ധിക്കുമെങ്കിൽ മുസ്ലിമേ, മുഅ്മിനെ, നമ്മുടെ വിചാരണ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അള്ളാഹുവിന് ഹലാലേ വേണ്ടു. സ്വതക്ക ചെയ്താൽ പോലും ഹലാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഹലാലുഹു ഹിസാബുൻ വഹറാമുഹു ഹസ്റ, സമ്പത്തിൽ ഹലാല് ഹിസാബ് അള്ളാഹുവിൻ്റെ വിചാരണയെ വർദ്ധിപ്പിക്കും. ഹറാം സമ്പത്തിലേക്ക് കടന്നാൽ ഹസ്റത്തുൻ, അത് സങ്കടമാണ്. അല്ലാഹുമ്മ ർസുഖ്ന ത്വയ്യിബാത്, പടച്ചവനെ നിനക്ക് പൊരുത്തമുള്ള ഹലാല് ഞങ്ങൾക്ക് തരണേ എന്ന് റബ്ബിനോട് ചോദിക്കണം. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. ദാരിദ്ര്യമുള്ള ആളുകളോട് ദുആ ചെയ്യാൻ പറഞ്ഞു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക, പടച്ചവനെ ഹറാം തരാതെ ഹലാൽ കൊണ്ട് നീ ഐശ്വര്യം തരണമേ. ഹറാമിൻ്റെ സമ്പാദ്യം തരാതെ ഹലാലിൻ്റെ സമ്പാദ്യം കൊണ്ട് ഐശ്വര്യം തരണമേ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക, പടച്ചവനെ തെറ്റുകൾ ചെയ്യാതെ നിനക്ക് അനുസരിക്കുന്നവരാക്കി മാറ്റിത്തരണമേ. വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്, ആരോടും പോയി കൈ കാണിച്ചു ചോദിക്കേണ്ട അവസ്ഥ വരാതെ നീ തന്നെ ഞങ്ങൾക്ക് തരണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു തന്ന ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു തന്ന സമ്പത്ത് നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു തന്ന നിഅമത്ത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലണമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക. ഇങ്ങനെ ദുആ ചെയ്താൽ അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ടുപോകാതെയും അള്ളാഹു തന്ന സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയാതെ
നഷ്ടപ്പെടാതെയും അള്ളാഹു തന്ന മക്കളിൽ കൺകുളിർമ നഷ്ടപ്പെടാതെയും അള്ളാഹു സൂക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തരുന്ന സമ്പത്ത് നിഅമത്താണ്, പരീക്ഷണമാണ്. അത് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ടതാണ്. മുഅ്മിനായ മനുഷ്യന് സ്വതക്ക ചെയ്യാൻ, സ്വതക്ക തന്നെ സ്വന്തം ശരീരത്തിന്, കുടുംബത്തിന്, അയൽവാസികൾക്ക്, സുഹൃത്തുക്കൾക്ക്, ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക്, വിശിഷ്യ മിസ്കീനുമാർക്ക്, തിരിച്ചറിയപ്പെടാൻ പ്രയാസമുള്ള മിസ്കീനുമാർ, ഫുഖറാ, ഇഷ്ടം പോലെ മിസ്കീന്മാർക്ക് നിങ്ങൾ സഹായം ചെയ്യണേ എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ദീൻ. കാരുണ്യം ചെയ്യണേ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമേ. നിങ്ങൾക്ക് ലഭിച്ച ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത് എത്രയോ ആളുകൾക്ക് നൽകി സ്വർഗം കിട്ടാനുള്ള സ്വർഗത്തിൻ്റെ വഴികളാ നിങ്ങളുടെ കയ്യിലേക്ക് അള്ളാഹു തന്നിട്ടുള്ളത്. അത് സമ്പത്തുള്ളവന് ചെയ്യാൻ പറ്റുന്ന സ്വതക്ക, സമ്പത്തില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്വതക്ക. മദീനയിലെ അൻസ്വാരികളെ കുറിച്ച് മുഹാജിറുകൾ വന്ന് പറഞ്ഞു, നബിയെ ഞങ്ങളെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു പോന്നവരാ നബിയെ, മക്കയിലെല്ലാം ഉപേക്ഷിച്ചു പോന്നു. മദീനക്കാർ, അൻസ്വാരികൾ, ഞങ്ങൾ നിസ്കരിക്കുന്നു, അവർ നിസ്കരിക്കുന്നു, ഞങ്ങൾ സുന്നത്ത് നോമ്പെടുക്കുന്നു, അവരും സുന്നത്ത് നോമ്പെടുക്കുന്നു. പൊന്നാര നബിയെ, അവർ സ്വതക്ക ചെയ്യുന്നുണ്ട് നബിയെ, അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നബിയെ, ഞങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ ഒന്നുമില്ലല്ലോ നബിയെ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കർമ്മങ്ങൾ നാളെ കുറഞ്ഞു പോകുമല്ലോ നബിയെ. മുതലാളിമാർ കൂലി മുഴുവനും കൊണ്ടുപോയല്ലോ നബിയെ. അന്നേരം പഠിപ്പിച്ചു കൊടുത്ത ഹദീസാണ്. നിങ്ങൾ എന്തിന് പേടിക്കണം? ഫകുല്ലു തസ്ബീഹത്തിൻ സ്വദഖ, എല്ലാ സുബ്ഹാനല്ലാഹും സ്വദഖയാണല്ലോ. വൽഹംദുലില്ലാഹ് വകുല്ലു തഹ്മീദത്തിൻ സ്വദഖ, എല്ലാ അൽഹംദുലില്ലാഹിയും സ്വദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വദഖ, എല്ലാ അല്ലാഹു അക്ബർ എന്ന് പറയലും സ്വദഖയാണ്. വഇമാതത്തുൽ നിങ്ങളുടെ വഴിയിൽ നിന്ന് പ്രയാസങ്ങൾ എടുത്തു മാറ്റലും സ്വതക്കയാണല്ലോ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾക്ക് ചില ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തു, പൈസ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്വതക്ക. അത് കേട്ടപ്പോൾ മുതലാളിമാരായ അൻസ്വാരികൾ സ്വതക്ക കൊടുക്കാനും തുടങ്ങി. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും വർദ്ധിപ്പിക്കാനും തുടങ്ങി. വീണ്ടും ഓടി വന്നു ഇതേ സംഘം. നബിയേ, അവർ ഞങ്ങളെ വീണ്ടും ഓവർടേക്ക് ചെയ്തല്ലോ നബിയേ, ഞങ്ങൾക്ക് മാത്രമായി പഠിപ്പിച്ചു തന്നത് അവരും ചെയ്യാൻ തുടങ്ങി. പൈസ ഇല്ലാതെ ഞങ്ങൾ നടക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും സ്വതക്കയാണെന്ന് പഠിപ്പിച്ചപ്പോൾ അവർ പൈസയും സ്വതക്ക ചെയ്യുന്നു. ഈ പറഞ്ഞ ദിക്റൊക്കെ അവരും ചൊല്ലാൻ തുടങ്ങിയല്ലോ നബിയേ. ഇനിയും അവർ തന്നെയാണല്ലോ മുമ്പിലെന്ന് പറഞ്ഞപ്പോഴാണ് ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ, ഇത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. ഒരു മുതലാളിക്ക് തസ്ബീഹ് ചൊല്ലാൻ തോന്നിയാൽ അത് അല്ലാഹു അയാൾക്ക് ചെയ്ത സൗഭാഗ്യമാണ്. പൈസ കൊണ്ടും സ്വതക്ക, നാവ് കൊണ്ടും സ്വതക്ക, തസ്ബീഹ് കൊണ്ടും സ്വതക്ക. യുഅ്തീ മൻ യശാ, അതിലെനിക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കങ്ങനെ ചൊല്ലാൻ തോന്നിപ്പിച്ചത് അവർക്ക് കിട്ടിയ ഭാഗ്യമാണ്. അവർ ചെയ്യുന്നത് അള്ളാഹു കൊടുത്ത ഔദാര്യം, നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ജീവിതത്തിൽ സ്വതക്കകൾ ഒരുപാട് വർദ്ധിപ്പിക്കുക. നിങ്ങളും അള്ളാഹു മാത്രം അറിയുന്ന സ്വതക്ക നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഭാര്യമാര് പോലും അറിയാത്തത്, നിങ്ങളുടെ വാപ്പയോ ജ്യേഷ്ഠാനിയന്മാരോ ഉമ്മമാരോ ആരും അറിയാതെ നിങ്ങളും അള്ളാഹു മാത്രം അറിയുന്ന ഒരു ദാനധർമ്മം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും നിരന്തരം കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്ത് ഒരുപാട് പുണ്യം കരസ്ഥമാക്കി അർശിൻ്റെ തണൽ അള്ളാഹു ചെയ്യും, അള്ളാഹു തരും. അർശിൻ്റെ തണൽ തരാനുള്ള കാരണവും കൂടി അതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വമുതസദ്ദിഖുൻ അഖ്ഫത് തസദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത് യുംനാഹു ഇൽമു ശിമാലി. വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ, ആരാലും അറിയാതെ, പേര് പറയാതെ, നാടേതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ, താൻ ആരാണെന്ന് വിശദീകരിച്ചു കൊടുക്കാതെ, ഏതോ ഒരു സത്യവിശ്വാസിക്ക്, ഏതോ ഒരു നല്ല മനുഷ്യന്, ഒരമുസ്ലിം തന്നെ ആയിക്കോട്ടെ, സ്വതക്കക്ക് കൂലിയുണ്ടെന്നാണ്. നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകും. അള്ളാഹു മാത്രം അറിയുന്ന രീതിയിൽ നിങ്ങൾ രഹസ്യമായി സ്വതക്ക കൊടുത്താൽ 7 വിഭാഗത്തിന് നാളെ അർശിന്റെ തണൽ അള്ളാഹു തരുമെന്ന വിഭാഗത്തിൽ ഇങ്ങനെ രഹസ്യമായി സ്വതക്ക കൊടുത്തവർക്ക് അള്ളാഹു ആ വിഭാഗത്തിൽ ചേർത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, നമ്മൾ പരിപാടി